ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോ നമുക്ക് സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയാസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പായി CC-യുടെ ലേണിംഗ് ആപ്പിനെ കുറിച്ച് അറിയാത്തവർക്കായി ഞാനിതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ലേണിംഗ് ആപ്പിൽ നമ്മളുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു സെഷൻ അവൈലബിൾ ആണ്. മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അഥവാ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു ആപ്പ് ത്രൂ പഠിച്ച് കഴിഞ്ഞ സെറ്റ് എക്സാം നേടിയ കുട്ടികളുടെ റിസൾട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോ എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ എക്സാമിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോ ഒരു കാര്യവും കൂടി നിങ്ങളോട് പറയാനുണ്ട്. അപ്പോ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അതായത് ഒരു പകുതി മാസം അല്ലെ. അപ്പോ ഈ വളരെ കുറച്ച് ടൈം കൊണ്ട് എങ്ങനെ സെറ്റ് ക്രാക്ക് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കായി ഇതാ നമ്മളുടെ CC-യുടെ ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് 15 ദിവസമായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു ദിവസം 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. അതിനോടൊപ്പം ഡെയിലി വർക്കൗട്ടുകളും പ്രീ വൈക്യു ഡിസ്കഷനുള്ള സെഷനുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോ ക്ലാസ്സുകൾ ജൂലൈ 14 ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മളുടെ സെറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ തെർമൽ ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ ഓഫ് എ ഫോറിൻ പൈ ഇലക്ട്രോൺ സിസ്റ്റം ഈസ് ഓപ്ഷൻ എ ഡിസ്റോട്ടേറ്ററി, ഓപ്ഷൻ ബി കോൺറോട്ടേറ്ററി, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നൺ. അല്ലേ, നമുക്കറിയാം ഫോറിൻ പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അതായത് തെർമൽ കണ്ടീഷനിലും ആണ്. അപ്പൊ നമുക്ക് മെക്കാനിസം ത്രൂ പോവാം, അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് നമ്മൾ ഇത് ക്ലൂ വെച്ചും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. ഫോറിൻ പൈ ഇലക്ട്രോൺ സിസ്റ്റം തെർമൽ കണ്ടീഷനിൽ കോൺറോട്ടേറ്ററി നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് NMR സ്പെക്ട്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറക്കാണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ H1 NMR സ്പെക്ട്ര ഓഫ് 18 ആനുലീൻ കണ്ടെയ്ൻ ഓപ്ഷൻ എ 2 പീക്ക്, ഓപ്ഷൻ ബി 1 പീക്ക്, ഓപ്ഷൻ സി 3 പീക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. നമ്മൾക്ക് ഈ ഒരു 18 ആനുലിന്റെ സ്ട്രക്ചറിലേക്ക് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻസിനെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇന്നർ ഹൈഡ്രജൻസ് ഉണ്ട്. അതേപോലെ 18 ആനുലിന്റെ സ്ട്രക്ചറിൽ കുറച്ച് ഔട്ടർ ഹൈഡ്രജൻസും ഉണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് പറയാം ഈ ഔട്ടർ ആയിട്ടുള്ള ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഔട്ടർ ആയിട്ടുള്ള ഹൈഡ്രജൻസ് ഹൈലി ഇവരെന്താണ്? ഇവര് ഡീഷീൽഡഡ് ആയിട്ടുള്ള ഹൈഡ്രജൻസ് ആണ്. എന്നാൽ ഇന്നർ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് ഷീൽഡഡ് ആയിട്ടുള്ള ഹൈലി ഷീൽഡഡ് ആയിട്ടുള്ള ഹൈഡ്രജൻസ് ആണ്. അപ്പോ 2 ഡിഫറെന്റ് എൻവയോൺമെന്റിലുള്ള പ്രോട്ടോൺസിനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ 2 പീക്കുകളും ഇവിടെ കിട്ടുന്നതാണ്. ഏകദേശം നമ്മളുടെ ഇന്നർ പ്രോട്ടോൺസ് ഒരു -1.8 ppm റേഞ്ചിലായിരിക്കും അവരുടെ NMR സ്പെക്ട്രയിൽ കാണുക. അതേപോലെ ഈ ഔട്ടർ പ്രോട്ടോൺസ് ഏകദേശം 8 ppm റേഞ്ചിലായിരിക്കും NMR സ്പെക്ട്രയിൽ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഒരു ഓർഗാനിക് റിയേജന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മെയിൻ യൂസ് ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി? ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓസ്മിയം ടെട്രോക്സൈഡിന്റെ യൂസ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റിഡക്ഷൻ ഓഫ് ആൽക്കീൻ, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ, ഓപ്ഷൻ സി ഡൈഹൈഡ്രോക്സിലേഷൻ ഓഫ് ആൽക്കീൻ, ഓപ്ഷൻ ഡി ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എന്താ? നമുക്കറിയാം ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്
ആൽക്കീൻസിനെ ഡൈഹൈഡ്രോക്സിലേറ്റ് ചെയ്യുന്ന ഏജന്റ് ആണ് ഓസ്മിയം ടെട്രോക്സൈഡ്. ഇവിടെ ഹൈഡ്രോക്സിലേറ്റ് ചെയ്യുന്നത് ഒരു സിൻ ഫാഷനിലായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ഒ ആൻഡ് പെയറിംഗ് എനർജി ഫോർ എ ലോ സ്പിൻ D6 ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്? ഒരു ലോ സ്പിൻ ആയിട്ടുള്ള D6 ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. D6 ആണ്, ഒക്ടാഹീഡ്രൽ ആണ്, ലോ സ്പിൻ ആണ്. അതിന്റെ CFSE വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒക്ടാഹീഡ്രൻ എന്ന് പറയുമ്പോൾ T2G EG ആണ് നമുക്കറിയാം. ഇവിടെ നമുക്കറിയാം എന്താണ്, ലോ സ്പിൻ ആയതുകൊണ്ട് തന്നെ 6 ഇലക്ട്രോൺസും ഇവിടെ തന്നെ പെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ലോ സ്പിൻ ഒക്ടാഹീഡ്രൻ D6ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. T2G യിലാണ് 6 ഇലക്ട്രോൺ. ഇനി ഇതിന്റെ CFSE വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ ചെയ്യുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G ഇൻറ്റു മൈനസ് 0.4 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG ഇൻറ്റു പ്ലസ് 0.6. ഇങ്ങനെയല്ലേ നമ്മൾ CFSE കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ CFSE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം T2G യിൽ 6 ഇലക്ട്രോൺ ആണ്, മൈനസ് 0.4 പ്ലസ് EG-യിൽ 0 ഇലക്ട്രോൺ ആണ്, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ എത്ര വരും? മൈനസ് 2.4 ഡെൽറ്റ ഒ എന്നുള്ളതാണ് ആൻസർ വരിക. പക്ഷേ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഇൻ ടേംസ് ഓഫ് പെയറിംഗ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. പെയറിംഗ് എനർജി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ലോ സ്പിന്നിനെയും ഹൈ സ്പിന്നിനെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഇതാണ് ലോ സ്പിൻ സ്റ്റേറ്റ്. ഓക്കെ, ഇതിന്റെ തന്നെ ഹൈ സ്പിൻ സ്റ്റേറ്റ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. 6 ഇലക്ട്രോൺ ആണ്, 1 2 3 4 5 6. ഇനി ഒന്ന് നോക്കൂ, ഇതില് ലോ സ്പിന്ന്, ഇത് ഹൈ സ്പിൻ. ലോ സ്പിന്നിൽ 3 പെയേഴ്സ് ആണുള്ളത്. ഹൈ സ്പിന്നിലോ ഒരൊറ്റ പെയറേ ഉള്ളൂ. അപ്പൊ ഈ പെയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പോ 2 ആണ് ഈ കേസിലുള്ള പെയറിംഗ് എനർജി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈ സ്പിന്നിലുള്ള കേസ് ലോ സ്പിന്നിലേക്ക് ആവുമ്പോൾ 2 പെയറുകൾ എക്സ്ട്രാ ഇതില് വേണ്ടി വന്നു. അപ്പൊ 2 ആണ് ഈ കേസിലുള്ള പെയറിംഗ് എനർജി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡെൽറ്റ വാല്യൂ 2.0 ഡെൽറ്റ ഒ പ്ലസ് 2 പെയറിംഗ് എനർജി. ഇതാണ് ഈ കേസിലുള്ള CFSE. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ദ റാക്ക പാരാമീറ്റർ ബി ഫോർ ഫ്രീ നിക്കൽ 2+ ion is 1030 centimeter inverse for a nickel H2O 6 times 2+ complex and B value is 850 centimeter inverse. What is the Naphlosetic ratio? Naphlosetic ratio പറയുന്നത് എങ്ങനെയാ? B value of complex divided by B value of free ion അല്ലേ? അപ്പൊ ഫ്രീ അയോണിന്റെ വാല്യൂവും കോംപ്ലക്സിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1030 ഡിവൈഡഡ് ബൈ കോംപ്ലക്സിന്റെ വാല്യൂ 850 ആണ്, ഡിവൈഡഡ് ബൈ 1030. നമുക്ക് എന്ത് കിട്ടും? ബീറ്റ വാല്യൂ അഥവാ നഫ്ലോസെറ്റിക് റേഷ്യോ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, 0.825. ഓക്കെ, അപ്പൊ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറക്കരുത്. നഫ്ലോസെറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് ബി വാല്യൂ ഓഫ് കോംപ്ലക്സ് ഡിവൈഡഡ് ബൈ ബി വാല്യൂ ഓഫ് ഫ്രീ അയൺ. അടുത്തത്, the total number of fine and hyperfine lines in EPR spectra for an octahedral high spin manganese 2 complex are respectively I value of manganese തന്നിട്ടുണ്ട്. നമുക്കറിയാം മാംഗനീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാംഗനീസ് 2+ എന്ന് പറയുമ്പോൾ D5 സ്പീഷീസ് ആണ്. അതായത് അതില് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എത്ര നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്രത്തോളം ഫൈൻ ലൈൻസ് ഉണ്ടാവും. അപ്പോ ഫൈൻ ലൈൻസിന്റെ നമ്പർ 5 ആണ്. ഇനി അടുത്തത് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്. അതെങ്ങനെയാ പറയാ? ഓരോ ഇലക്ട്രോണും തൊട്ടടുത്തുള്ള മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസിനോട് ഇന്ററാക്ട് ചെയ്ത് ഫർദർ സ്പ്ലിറ്റ് ആവും. അതിനുശേഷം സെലക്ഷൻ റൂൾ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എത്ര പീക്ക് കിട്ടുന്നു എന്ന് നമ്മൾ തിയററ്റിക്കലി പറയുന്നത്. അത് നമ്മൾ എങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് പറയും? ഓരോ ഇലക്ട്രോണും തൊട്ടടുത്തുള്ള എത്ര മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടോ 2ni+1 ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓരോ ലൈൻസും 2ni+.
1 ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ മാംഗനീസ് 1 ഉള്ളൂ. മാംഗനീസിന്റെ ഐ വാല്യൂ 5/2 ആണ് +1. അതായത് ഓരോ ഫൈൻ ലൈൻസും വീണ്ടും 6 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അപ്പൊ ടോട്ടല് 30 ഹൈപ്പർ ഫൈൻ ലൈൻസ് ആണ് വരിക. അപ്പോ 5 ഫൈൻ ലൈൻസും 30 ഹൈപ്പർ ഫൈൻ ലൈൻസും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതാ ആരോമാറ്റിസിറ്റി. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് കുറച്ച് അനുലീൻസ് ആണ് തന്നിരിക്കുന്നത്. 10 ആനുലീൻ, 12 ആനുലീൻ, 16 ആനുലീൻ, 14 ആനുലീൻ, 18 ആനുലീൻ. ഇതിൽ ആരൊക്കെയാണ് ആരോമാറ്റിക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്കറിയാം 10 ആനുലീൻ ആരാ? നോൺ ആരോമാറ്റിക് ആണ്. അതിന്റെ റീസൺ നമുക്കറിയാം. ഇവിടെ 2 ഹൈഡ്രജൻസ് ഉണ്ട് അല്ലെ? ഈ കാണുന്ന 2 ഹൈഡ്രജൻസ് അവരുടെ സ്റ്റെറിക് റിപ്പൽഷൻ കൊണ്ട് ഇവരൊരു പ്ലെയിനിലല്ല മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാം നമ്മളുടെ 12 ആനുലീനും 16 ആനുലീനും ആന്റി അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇതിൽ ആരോമാറ്റിക് ആയിട്ട് വരുന്നത് ഏതാണ്? 14 ആനുലീനും 18 ആനുലീനുമാണ് ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് ഡബിൾ, വാട്ട് ഹാപ്പൻസ് ടു റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ദി മോളിക്യൂൾ? നമ്മളിപ്പോ റൂട്ട് മീൻ സ്ക്വയർ RMS വെലോസിറ്റിയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. √3RT/m എന്നുള്ളതാണ്. ഇതിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ടെമ്പറേച്ചർ ഡബിൾ ചെയ്യാണ്. അതായത് ടെമ്പറേച്ചർ 2T ആക്കിയാൽ ഇവിടെ ഉണ്ടാവുന്ന വ്യത്യാസം എന്ത് എന്ന് ഉള്ളതേ ഉള്ളൂ. 2T / m. അതായത് ഇവിടെ വരുന്ന വ്യത്യാസം എന്തേ ഉള്ളൂ? ഇറ്റ് ബിക്കം ഹാഫ് ഓഫ് ദി ഒറിജിനൽ വാല്യൂ അല്ല. ഇറ്റ് റിമൈൻസ് അൺചേഞ്ച്ഡ് അല്ല. ഇറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് √2 അല്ലെ? ഇവിടെ ഒരു √2 എന്ന് പറഞ്ഞ ഫാക്ടർ മാത്രമേ അധികമായിട്ട് വന്നിട്ടുള്ളൂ അല്ലെ? അതായത് √2 × √3RT/m. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ മറക്കാതെ ഓർത്തിരിക്കേണ്ട കാര്യം, ജൂലൈ 14 തന്നെ നമ്മളുടെ CCയിലെ ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കുകയാണ്. 15 ദിവസം കൊണ്ട് ഡെയിലി 3 hours ലൈവ് സെഷൻസ് ഉണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ടുകളും മോഡൽ എക്സാമുകളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്റർഷിപ്പും ഒക്കെ അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ആണിത്, 9746455514. അപ്പൊ ഉടൻ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. താങ്ക്